ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എന്നാക്കേണ്ട വിശേഷങ്ങളൊക്കെ? അതെ, ഒരു ചെറിയൊരു വീഡിയോ, ഒരു കൃഷിയുടെ സംഭവത്തെക്കുറിച്ചാട്ടാ. അപ്പം ഞാൻ ചെറുതായിട്ട് ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര വശമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അപ്പോഴേക്കും വയർത്ത് കുറിച്ച് നാശാവേ. അപ്പോൾ ഒഴിവുള്ള ദിവസം ഈ സൺഡേ സാറ്റർഡേ ആണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട്. അതിനൊക്കെ പറ്റാവുന്ന പോലെ പറ്റാവുന്ന പോലെ കുറച്ച് വളവും പിന്നെ കുറച്ച് ചാരവും വളമൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പറമ്പ്. അപ്പോൾ ഇവിടെ എൻ്റെ മല്ലിക മാവുണ്ട്, റംബൂട്ടാനുണ്ട്, ചകിരി മാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ ഞാൻ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, ഒരു വീഡിയോ. എൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെയൊക്കെ പണ്ട് താഴെ ഭാഗത്ത് കുറേ കൊക്കകളായിരുന്നു കേട്ടോ. ആ കൊക്കകളിൽ കയറി മറിയലും അതിൽ വണ്ടി ഓടിപ്പിച്ച് കളിക്കലും പിന്നെ മറ്റുള്ള പിള്ളേരെയൊക്കെ വിളിച്ച് തല്ലിടിച്ച് രസിക്കുന്ന പരിപാടിയൊക്കെ കുറച്ചുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ തറവാട്. ഇവിടെയാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ കഥകൾ കുറേ ഉണ്ട് പറയാനായിട്ട്. ഇതാ വീട് കണ്ട, ഒരു വീട് ഉപയോഗമില്ലാത്ത കിടക്കണ വീട് കണ്ട. അവിടെ ഇപ്പോൾ ആ വീട്ടിൽ ആരും ഇല്ല കേട്ടോ. അവിടെ ഒരു ഓടിട്ട വീടായിരുന്നു. അവിടെ വലിയൊരു തിണ്ണ എറയത്തെന്നൊക്കെ പറയില്ലേ, ഒരു തിണ്ണ. അവിടെയായിരുന്നു ഞങ്ങളുടെ മേളം കൂടിയിട്ട്. ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ എനിക്ക്, ഒരുപാട്. അവരൊക്കെ വിളിച്ചിരുത്തി ഉച്ച നേരത്തെ. നമുക്ക് ഇന്നത്തെ പിള്ളേർക്ക് ഉച്ച നേരത്ത് TV അല്ലെങ്കിൽ മൊബൈൽ, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെയല്ലേ. ഞാനൊക്കെ ഉച്ച നേരത്ത് ഫുൾ കളിയാണ്. എല്ലാ പിള്ളേരും ബറ്റാലിയൻ സംഘം വരും. അത് കഴിഞ്ഞിട്ട് അവരെ തമ്മിൽ തല്ലിടിക്കുക, രസിക്കുക, കളിക്കുക. അതൊക്കെയാണ് കേട്ടോ എൻ്റെ വിനോദങ്ങളൊക്കെ ആയിരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ തറവാടും കാര്യങ്ങളും. അപ്പോൾ ഇവിടെയും കുറച്ച് ഈ ഭാഗത്ത്, ഈ പറമ്പ് നമ്മുടെ തന്നെയാണ്. ഇവിടെയും കുറച്ച് കൃഷികളുണ്ട് കേട്ടോ. ഇത് ഞാൻ വെച്ചത് ഇത് ഫുള്ളിനെ കണ്ടോ? അതെ, കണ്ടോ ഇത് കണ്ടോ? എൻ്റെ ചേനയാണ് കേട്ടോ. കണ്ട, ഇത് ചേനയാണ് കേട്ടോ. അതായത് വലിയ മറ്റുള്ളവർ ചേന കൃഷി നടത്തുന്ന പോലെയൊന്നും എനിക്കറിയില്ലല്ലോ. എനിക്കറിയാവുന്ന പോലെ ഒരു തട്ടിക്കൂട്ട്. അപ്പോൾ കുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചേനയൊക്കെ അത്രയും വരെ ചേനയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ പേരൻ, അയിനിപ്പള അതൊക്കെ താഴോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ, വർഷക്കാലം ആയി കഴിഞ്ഞാൽ മൊത്തം ഒരു ട്രിപ്പ് പുല്ല് വെട്ടി കഴിഞ്ഞതാണ്. പക്ഷെ രക്ഷയില്ല, ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഫുൾ നിറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കങ്ങനെയൊന്നും ചെയ്യപ്പില്ല. ഇതന്നെ നടാനായിട്ട് നമുക്ക് എന്തോരം ബുദ്ധിമുട്ട് വന്നറിയോ? അതാണ് ഈ മഴക്കാലത്ത് ഈ പുല്ല് നിറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ തോടും പാടമൊക്കെയാണ് കേട്ടോ. എൻ്റെ സ്ഥിരം കുടിക്കണതും കളിക്കണതുമുള്ള തോടും കാടും. പിന്നെ ഇതാ പറമ്പ് കണ്ട, അവിടെ ഒരു വീട് കണ്ട. അവിടെ എന്താ പറയുക, അവിടെ വലിയൊരു റബ്ബർ തോട്ടം പോലെയുള്ള ഒരു പറമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രേതാലയത്തിൻ്റെ പറമ്പ് എന്നാണ് പറയാറ്. കാരണം അവിടെ എപ്പോഴും രാത്രി പകലും പ്രേതം വരും എന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്ന ആ ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ, അതായത് ഇന്ന് റംബൂട്ടാനും മംഗോസ്റ്റിനും ഒക്കെയാണ് ഫേമസ് എങ്കിൽ, അന്ന് ചാമ്പ, അമ്പഴം, പിന്നെ ആത്തച്ചക്ക, മാങ്ങ, ചാമ്പക്കായ, അമ്പഴം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അന്ന്. അത് പറിക്കാനായിട്ട് ഒരുപാട് കൂട്ടുകാർ. പിന്നെ ബബ്ബൂസ് നാരങ്ങ. അപ്പോൾ ഒരുപാട് ബറ്റാലിയൻ സംഘം തന്നെ എനിക്കുണ്ട്. അവരൊക്കെ വന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ പറമ്പിലാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടാവാറുള്ളത്. അടുത്ത പറമ്പിലൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനായിട്ട് വരും. ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലർക്കൊക്കെ അത് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കാണുകയാണെങ്കിൽ, എൻ്റെ പ്രായമുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവും ഇത് കണ്ടാൽ. ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ലോങ് ആക്കണില്ല കേട്ടോ വീഡിയോ. ലോങ് ആയാൽ അത് വീഡിയോ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ലോങ് ആക്കാണ്ട് നിർത്തണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക. ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ച് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ.